പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അസാധാരണമായ പ്രതിസന്ധി അത് മുഖ്യമന്ത്രി VD സതീശന്റെ ഭരണപരമായ മികവിനും രാഷ്ട്രീയ ഭാവിക്കും ഒരുപോലെ വലിയൊരു അഗ്നിപരീക്ഷയായി മാറുകയാണ്. സഭയുടെ കന്നി നയപ്രഖ്യാപന വേളയിൽ അരങ്ങേറിയ വന്ദേ മാതരം പ്രോട്ടോകോൾ ലംഘനം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ഉലയ്ക്കുന്ന ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി രാജ്ഭവൻ അല്ലെങ്കിൽ ലോക് ഭവൻ നൽകിയ കർശന നിർദ്ദേശങ്ങൾ മറികടന്ന് സഭയിൽ വന്ദേ മാതരത്തിന് ആദ്യ ഭാഗം മാത്രം പോലീസ് ബാൻഡ് ആലപിച്ചതോടെ മുഖ്യമന്ത്രി സതീശൻ നേരിട്ട് കേന്ദ്രത്തിൻ്റെ കൺമുമ്പിലേക്കൊരു രാഷ്ട്രീയ വെല്ലുവിളി എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ്. ഈ ഒരു നീക്കത്തിലൂടെ താൻ മോദി സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ അത്ര പെട്ടെന്ന് വഴങ്ങില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് സതീശൻ നൽകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു തന്ത്രപരമായ ശാഠ്യം സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കെണിയായി മാറുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് പൂർണ്ണരൂപത്തിലുള്ള 6 ചരണങ്ങളും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ പ്രോട്ടോകോൾ നിലനിൽക്കവെയാണ് VD സതീശൻ സർക്കാർ രാജ്ഭവൻ്റെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞത്. വർഷങ്ങളായി നിയമസഭ തുടരുന്ന ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പെട്ടെന്നൊരു ദിവസം മാറ്റാൻ കഴിയില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ഉയർത്തുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരവും ദേശീയ പ്രോട്ടോക്കോളും പ്രാദേശിക കീഴ്വഴക്കങ്ങൾക്ക് മുകളിലാണ് എന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്രവും രാജ്ഭവനും. ദേശീയ പ്രോട്ടോക്കോളിൻ്റെ ലംഘനവും ഭരണഘടനാ തലവൻ്റെ നിർദ്ദേശത്തോടുള്ള അനാദരവുമായി ഡൽഹി ഇതിനെ വിലയിരുത്തിയാൽ വരും ദിവസങ്ങളിൽ സതീശൻ്റെ സർക്കാരിനെതിരെ ശക്തമായ ഭരണഘടനാപരമായ നീക്കങ്ങൾക്ക് കേന്ദ്രം മുതിർന്നേക്കും. ദേശീയ പ്രോട്ടോകോൾ ലംഘനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് അടിയന്തര റിപ്പോർട്ട് തേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായ ബാൻഡ് സംഘം കേന്ദ്ര ചട്ടങ്ങൾ പരസ്യമായി ലംഘിച്ചതിനെതിരെ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഇത് സതീശൻ സർക്കാരിനെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്നത് കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പശ്ചാത്തലം മുൻനിർത്തി തന്നെയാണ്. ഖജനാവ് പൂട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് കേന്ദ്ര പാക്കേജുകളും വായ്പാ പരിധി ഉയർത്തലും GST കുടിശ്ശികളും അത്യന്താപേക്ഷിതമാണ്. പുതിയ സർക്കാർ ഡൽഹിയുമായി നയതന്ത്രപരമായ ചർച്ചകൾക്കൊരുങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രോട്ടോകോൾ യുദ്ധത്തിന് വഴി തുറന്നിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന വാഗ്ദാനം ആവർത്തിച്ചിരുന്നുവെങ്കിലും തുടക്കത്തിൽ തന്നെയുണ്ടായ ഈ വീഴ്ച ആ പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക അനുമതികൾ ബോധപൂർവം വൈകിപ്പിക്കാൻ കാരണമായേക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിക്കുന്നത് വഴി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന അപകടത്തിലാക്കുകയാണോ VD സതീശൻ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ രാജ്ഭവനുമായി ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കാൻ VD സതീശൻ വ്യക്തിപരമായി ശ്രമിക്കുന്നതിനിടയിലാണ് അണിയറയിലെ തർക്കങ്ങൾ സഭയ്ക്കുള്ളിൽ പരസ്യമായത് എന്നത് ശ്രദ്ധേയം. വ്യാഴാഴ്ചത്തെ റിഹേഴ്സലിൽ തന്നെ ഉദ്യോഗസ്ഥർ തമ്മിൽ വന്ദേ മാതരത്തിൻ്റെ ദൈർഘ്യത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. സഭയിലെ കീഴ്വഴക്കങ്ങൾ മാറ്റാനാകില്ല എന്ന സർക്കാരിൻ്റെ ശാഠ്യം ഒടുവിൽ കേന്ദ്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയായിരുന്നു. ഈ വിവാദം നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന LDFനും സഭയിലെ 3 BJP അംഗങ്ങൾക്കും ഒരുപോലെ സർക്കാരിനെതിരെ പ്രയോഗിക്കാനുള്ള മികച്ചൊരായുധമായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ ധനകാര്യ ധവളപത്രവും ഇന്ദിരാ ഗ്യാരണ്ടികളും ചർച്ചയാകേണ്ടതിന് പകരം വന്ദേ മാതരം വിവാദത്തിൽ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത ഏറുന്നത്. ഇത് സർക്കാരിൻ്റെ സുഗമമായ സഭാ നടത്തിപ്പിനെ സാരമായി ബാധിക്കുകയാണ്. ദേശീയ തലത്തിൽ UDF മുന്നണിക്ക് ഈ സംഭവം വലിയൊരു രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര നിയമത്തെ സംസ്ഥാന സർക്കാർ ബോധപൂർവം അവഗണിച്ചുവെന്ന പ്രതിച്ഛായ ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുമ്പോൾ അത് VD സതീശൻ്റെ പ്രതിച്ഛായയെയും ബാധിക്കും. വരും മണിക്കൂറുകളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹം അനുമതി നൽകിയെങ്കിലും തൻ്റെ ഔദ്യോഗിക പദവിയെ മറികടന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ഗവർണർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ കന്നി നയപ്രഖ്യാപനം ഒരു വികസന രേഖ എന്നതിലുപരി ഒരു പുതിയ പ്രോട്ടോകോൾ യുദ്ധത്തിൻ്റെ തുടക്കമായാണ് രേഖപ്പെടുത്തുന്നത്. കേന്ദ്രവുമായുള്ള സഹകരണത്തിൻ്റെ പാത സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ നാണയത്തിൽ തന്നെ കേന്ദ്ര നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ ഈ തന്ത്രപരമായ തീരുമാനം
വി.ഡി. സതീശൻ എന്ന ഭരണാധികാരിക്ക് മുന്നിൽ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഈ ചതുരംഗക്കളിയിൽ സതീശൻ അടുത്തതായി സ്വീകരിക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.